ചൂടേറിയ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് ചെയ്ത പ്രധാനമന്ത്രി മോദിയെ തേടിയെത്തുന്നത് അത്ര സുഖകരമായ വാർത്തയല്ല. കാരണം വ്യാപകമായ തോതിൽ ക്രോസ് വോട്ട് നടന്നതോടെ കൊട്ടിഘോഷിച്ച് BJP നിർത്തിയ RSSന്റെ കരുത്തൻ സ്ഥാനാർത്ഥി തോൽവിയിലേക്ക് എന്നാണിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എല്ലാ കണക്കുകളും തൂക്കി നോക്കിക്കൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാളെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കി മോദി അകമ്പടിയോടെ BJP നിർത്തിയത്. അവിടെയാണ് പാർലമെന്റിനുള്ളിൽ ആദ്യ വോട്ടറായി പ്രധാനമന്ത്രി മോദി മാറിയതും. എന്നാൽ ഇവിടെ തെലങ്കാനയിൽ നിന്നും എല്ലാ കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിക്കൊണ്ട് കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും ചെയ്തു. രാഹുലും സോണിയാഗാന്ധിയും പ്രിയങ്കയും മല്ലികാർജുൻ ഖർഗെയും ഒക്കെ തങ്ങളുടെ വോട്ടുകൾ ബാലറ്റിൽ കൃത്യമായി അടയാളപ്പെടുത്തുമ്പോഴാണ് NDA സ്ഥാനാർത്ഥിയുടെ നില പരുങ്ങലിലാവുന്നത്. കാരണം ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് JDU BJP ഇടഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. JDUവിന് 12 MPമാർ ബീഹാറിലുണ്ട്. ഈ മാസം 12 MPമാരും ക്രോസ് വോട്ട് ചെയ്യുമെന്നാണ് BJP ഭയക്കുന്നത്. വിപ്പ് നൽകാതെയുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രോസ് വോട്ട് ചെയ്യുന്നത് ആരാണെന്ന് കണ്ടെത്താനുള്ള സാഹചര്യവും നിലവിൽ ഇല്ല എന്ന് കാണാനും സാധിക്കും. എന്തായാലും പുതിയ ഉപരാഷ്ട്രപതിയെ കണ്ടെത്താനുള്ള തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ BJPയുടെ നെഞ്ചിടിപ്പ് കൂടി വരികയാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ റൂം നമ്പർ F101ലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ 10-ന് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 5-ഓടെ അവസാനിക്കുമെന്നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ റിട്ടേണിംഗ് ഓഫീസറായ സഭാ സെക്രട്ടറി ജനറൽ PC മോദി പറയുന്നത്. രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. NDA സ്ഥാനാർത്ഥിയായ CP രാധാകൃഷ്ണനും ഇന്ത്യ സഖ്യത്തിന്റെ B സുദർശൻ റെഡ്ഡിയും തമ്മിലാണ് മത്സരം. വൈകിട്ട് 6-നാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ജഗദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിയെ തുടർന്നാണ് വീണ്ടും ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. സമീപകാലത്തെ ഏറ്റവും വാശിയേറിയ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണ നടക്കുന്നത് എന്നും കാണാൻ സാധിക്കും. 2 ദക്ഷിണേന്ത്യക്കാർ പരസ്പരം മാറ്റൊരുക്കുന്നു എന്ന പ്രത്യേകതയും ഇത്തവണ തെരഞ്ഞെടുപ്പിനുണ്ട്. നിലവിലെ മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥി. OBC വിഭാഗത്തിൽ നിന്നുള്ള BJP നേതാവായ രാധാകൃഷ്ണൻ 1998-ലും 1999-ലും കോയമ്പത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ജാർഖണ്ഡ് ഗവർണറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആന്ധ്ര സ്വദേശിയായ സുപ്രീം കോടതി മുൻ ജഡ്ജി B സുദർശൻ റെഡ്ഡിയാണ് പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥി. നിരവധി സുപ്രധാന വിധികളിൽ കേന്ദ്ര സർക്കാരിനെ നിശിതമായി വിമർശിച്ചതിന്റെ പേരിൽ ശ്രദ്ധേയനാണ് ജസ്റ്റിസ് റെഡ്ഡി. 239 രാജ്യസഭാ MPമാരും 542 ലോക്സഭാ MPമാരും ഉൾപ്പെടെ 781 MPമാരാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ടറൽ കോളേജിൽ ഉൾപ്പെടുന്നത്. ബിജു ജനതാദളും ഭാരത് രാഷ്ട്ര സമിതിയും തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പ്രഖ്യാപിച്ചതിനാൽ വോട്ട് ചെയ്യുന്ന MPമാരുടെ എണ്ണം 770ആയി കുറഞ്ഞിട്ടുണ്ട്. ഇതോടെ 386 വോട്ടുകൾ ലഭിച്ചാൽ ഭൂരിപക്ഷം നേടാനുമാകും. ജഗദീപ് ധൻഖറിന് ലഭിച്ച ചരിത്ര ഭൂരിപക്ഷം ലഭിക്കാൻ ഇടയില്ല എങ്കിലും നിലവിൽ 425 MPമാരുടെ NDAക്ക് അനുകൂലമാണ് സാഹചര്യം നിലനിൽക്കുന്നത്. ഇരുസഭകളിലുമായി 324 വോട്ടുകളാണ് പ്രതിപക്ഷത്തിനുള്ളത്. ഇതിനേക്കാൾ ഒരു വോട്ട് കൂടുതൽ ലഭിച്ചാൽ പോലും അത് വലിയ രാഷ്ട്രീയ വിജയമായി വ്യാഖ്യാനിക്കാൻ കഴിയുമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ. നിലവിൽ അതിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അറിയാൻ സാധിക്കും.